ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ആൻഡ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: which is more stable, but 1-ene or but 2-ene? Why? സോ ഇവിടെ രണ്ട് ആൽക്കീൻസിൻ്റെ സ്റ്റെബിലിറ്റിനെ കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ബ്യൂട്ട് 1-നും ബ്യൂട്ട് 2-നും അല്ലേ. സോ ഇവിടെ ബ്യൂട്ട് ഈനാണ് വരുന്നത്. സോ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 4 കാർബൺ ഉണ്ടായിരിക്കും. സോ 4 കാർബൺ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. സോ അതിൽ രണ്ട് മോളിക്യൂൾസിനെ കമ്പയർ ചെയ്യാനല്ലേ ചോദിച്ചിട്ടുള്ളത്. 2-നും ആൻഡ് 1-നുമാണ്. സോ 1-e എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും ഡബിൾ ബോണ്ട് വരിക. അതുപോലെ 2-e എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. സോ ബാക്കിയുള്ളിടത്ത് നമുക്ക് ഹൈഡ്രജൻ പ്ലേസ് ചെയ്യാമല്ലോ. CH2 CH CH2 CH3 അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്തല്ലോ ഇവിടെ CH2 CH CH CH3 ഇങ്ങനെയാണ് വരിക. സോ ഈ രണ്ട് മോളിക്യൂൾസിൻ്റെയും സ്റ്റെബിലിറ്റിയെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഏതിനായിരിക്കും മോർ സ്റ്റെബിലിറ്റി എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമ്മളുടെ ആൽക്കീൻസിൻ്റെ സ്റ്റെബിലിറ്റിയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് സെയ്റ്റ്സെഫ് റൂൾ. സോ സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം എന്താണ്? ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻസ് ആയിരിക്കും മോർ സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഇൻ 1-2 എലിമിനേഷൻ റിയാക്ഷൻ ദ പ്രിഡോമിനൻറ്റ് product is the most highly substituted alkene. So that one has greater number of alkyl group attached to the double bond ആണ് നമ്മൾ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ കൂടി ഇവിടെ നമ്മൾക്ക് രണ്ട് ആൽക്കീൻസിനെയാണ് കമ്പയർ ചെയ്യാനുള്ളത്. സോ ആൽക്കീൻസിൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മുടെ ഡബിൾ ബോണ്ടാണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പിന് അക്രോസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഏത് കോമ്പൗണ്ടാണോ അതാണ് മോർ സ്റ്റേബിൾ എന്നാണ് നമുക്ക് നമ്മുടെ സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം പറയാനുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കാം നമ്മളുടെ ഡബിൾ ബോണ്ട്. സോ ആദ്യത്തേതിൽ എന്താണ്? 1-ene. സോ 1-e എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാർബൺ ഉണ്ട്. സോ അതിന് അക്രോസ് ആയിട്ട് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് വരുന്നത് നോക്കാം. സോ 1-യിൽ 2 ഹൈഡ്രജൻ ഉണ്ടാവും ടെർമിനൽ കാർബണിൽ. പിന്നെ തൊട്ടടുത്ത കാർബണിൽ ഒരു ഹൈഡ്രജൻ. പിന്നെന്താണ്? CH2 CH3 ഇങ്ങനെയല്ലേ വരുന്നത്. സോ നമുക്ക് ഇതെന്താണ്? ബ്യൂട്ട് 1-ene 1-ene ആയിട്ട് വന്നു ഇത്. ഇനി നമുക്ക് ബ്യൂട്ട് 2-ene അല്ലേ നോക്കേണ്ടത്. സോ ബ്യൂട്ട് 2-ene നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? C ഡബിൾ ബോണ്ട് C CH3 H പിന്നെ എന്ത് വരും? CH3 വരും, H വരും. ഇങ്ങനെയല്ലേ. സോ നമുക്ക് നമ്പർ കറക്റ്റാണ് നോക്കാം. 1 2 3 4 യെസ്, ബ്യൂട്ട് തന്നെയാണ്. സോ ഇതെന്താണ്? ബ്യൂട്ട് 2-ene അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മളുടെ രണ്ട് മോളിക്യൂൾസും ആയി. ഇനി ഇവിടുത്തെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ നമ്പറും കൂടി നോക്കാം. സോ ഇവിടെ എന്താണ്? ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഡബിൾ ബോണ്ടിനെ ക്രോസ് ആയി. പിന്നെന്താണ്? ഹൈഡ്രജനാണ് 3 ഹൈഡ്രജൻസ് ആണല്ലോ. ഇവിടുത്തെ കേസിലോ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഡബിൾ ബോണ്ടിനെ ക്രോസ് ആയിട്ട് 2 ഹൈഡ്രജൻസ് ഉള്ളൂ. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതായിട്ട് വരും? ബ്യൂട്ട് 2-ene ആയിട്ടായിരിക്കും നമ്മുടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ വരുന്നത്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റിയും കൂടും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആൻസറിൽ വരേണ്ട ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഈ റൂളും സ്റ്റേറ്റ് ചെയ്യണം, സെയ്റ്റ്സെഫ് റൂൾ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് എനി 2 ടെസ്റ്റ് ഫോർ ഐഡൻറ്റിഫൈയിങ് അൺസാച്ചുറേഷൻസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ടിലെ അൺസാച്ചുറേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 2 ടെസ്റ്റുകളെ ഡിസ്കസ് ചെയ്യാനാണ്. സോ നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് നോക്കാം. സോ അതിൽ ആദ്യത്തെ ടെസ്റ്റാണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് വിത്ത് അസിഡിക് KMnO4. സോ നമ്മളുടെ ആൽക്കീനിലേക്ക് KMnO4 ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് O ഗ്രൂപ്പും അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റവും
ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആഡ് ചെയ്തിട്ട് വരും. സോ നമുക്ക് അവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളും ആസിഡ് ഗ്രൂപ്പും ആസിഡ് കോമ്പൗണ്ടുമാണ് പ്രൊഡ്യൂസ് ആവുക. സോ നമുക്ക് അവിടെ ആ രീതിയിൽ നമുക്ക് നമ്മളെ ആൽക്കീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ പ്രോസസ്സിൽ അവിടെ ഹൈഡ്രോളിസിസ് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ എന്താണ് ആ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് KMnO4ൻ്റെ കളറ് പോകും, ഡീകളറൈസ് ചെയ്യും. സോ നമ്മുടെ ഡബിൾ ബോണ്ടിൻ്റെ റിയാക്ഷൻ വരുമ്പോൾ KMnO4ൻ്റെ കളറ് ഫെയ്ഡ് ആവും. സോ അങ്ങനെ നമുക്ക് എങ്ങനെയാണോ നമ്മൾ KMnO4 റിയാക്ഷൻ നടത്തുന്നത്, KMnO4ന് നമുക്കൊരു പിങ്കിഷ് കളർ ഉണ്ടല്ലോ, സോ ആ കളർ ഡീകളറൈസ് ചെയ്യുമ്പോൾ നമുക്കവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആൽക്കീൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ നോക്കാം, ഡബിൾ ബോണ്ടിൻ്റെ KMnO4 ആയിട്ടുള്ള റിയാക്ഷൻ. സോ അതിൽ CH3 CH3 ഡബിൾ ബോണ്ട് CH2 CH3 ഈ ഒരു ആൽക്കീനിലേക്ക് നമ്മൾ KMnO4 റിയാക്ഷൻ നടത്തണം. KMnO4 ബാർ H+ ആണ്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും റിയാക്ഷൻ നടക്കുക, ഈ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ടായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, CH3 CH3 C ഡബിൾ ബോണ്ട് O പ്ലസ് CH3 CH2 COOH ഇങ്ങനെ വരും. ആൽക്കഹോളും ആസിഡുമായിട്ട് നമുക്ക് കീറ്റോ ഗ്രൂപ്പും ആസിഡുമായിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. സോ ഇവിടെ ഈ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന KMnO4 അല്ലേ, സോ ആ KMnO4ൻ്റെ കളറ് ഫെയ്ഡ് ആവും. ഡബിൾ ബോണ്ടിന് ക്രോസ് ആയിട്ട് അത് റിയാക്ഷൻ നടക്കുമ്പോൾ കളറ് ഫെയ്ഡ് ആവും. സോ ഈ കറസ്പോണ്ടിങ് അങ്ങനെ കാണിക്കുന്ന റിയാക്ഷൻസിലൊക്കെ നമുക്ക് ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. എവിടെയാണ് ഡബിൾ ബോണ്ടിന് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അൺസാച്ചുറേഷൻ എക്രോസ് ആയിട്ട് നമ്മളുടെ KMnO4 റിയാക്ഷൻ നടത്തുന്നുള്ളൂ. സോ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള KMnO4ൻ്റെ കളർ പോവുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നതാണ് മീനിങ്. സോ അങ്ങനെ നമുക്ക് അവിടെ അൺസാച്ചുറേഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്തൊരു റിയാക്ഷനാണ് ഓസോണോളിസിസ്. സോ ഓസോൺ റിയാക്ട് ചെയ്യുകയാണ് നമ്മളുടെ ഡബിൾ ബോണ്ടിനെ ക്രോസ് ആയിട്ട്. സോ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതും കൂടി നമുക്ക് നോക്കാം. സോ ഒരു ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ആൽക്കീൻ നമ്മുടെ ഓസോണോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത്, നമുക്കിവിടെ C ഡബിൾ ബോണ്ട് CH3 CH3 സോ ഓസോണോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് O3 ഇൻ സിങ്ക് ഡസ്റ്റ്. ഓക്കെ, സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ഡബിൾ ബോണ്ടിനെ ക്രോസ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുക. സോ അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ വരും, രണ്ട് C ഡബിൾ ബോണ്ട് O CH3 ഇങ്ങനെയായിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് വരിക. സോ നമ്മളുടെ ആൽക്കീൻ ഗ്രൂപ്പിൻ്റെ രണ്ട് ടെസ്റ്റുകളാണിത്. അതായത് ഒന്ന് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ വിത്ത് KMnO4ഉം അതുപോലെ ഓസോണോളിസിസും. സോ ഇത് രണ്ട് റിയാക്ഷൻസ് ആണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് പ്രൊപ്പൈൻ ആൻഡ് റിഡക്ഷൻ ഓഫ് പ്രൊപ്പൈൻ ബൈ ലിൻലാസ് കാറ്റലിസ്റ്റ്. സോ നമുക്ക് രണ്ട് രീതിയിലുള്ള റിയാക്ഷൻസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ആദ്യം വരുന്നതാണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് പ്രൊപ്പൈനും അതുപോലെ റിഡക്ഷൻ ഓഫ് പ്രൊപ്പൈൻ ബൈ ലിൻലാസ് കാറ്റലിസ്റ്റ്. സോ അതിൽ ഒന്ന് കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ ആണ്, ഒന്ന് പാർഷ്യൽ ഹൈഡ്രോജനേഷൻ ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രോഡക്ട്സിൽ ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ നോക്കാം. അവിടെ പ്രൊപ്പൈനാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ CH3 C ട്രിപ്പിൾ ബോണ്ട് CH ആണല്ലോ. സോ ഇവിടെ ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് നമ്മൾ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് H2 ആണ് ആഡ് ചെയ്യുന്നത്. സോ കാറ്റലൈറ്റിക് എന്ന് പറയുമ്പോൾ PT പ്രസൻസ്. സോ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഹൈഡ്രോജനേഷൻ കഴിയുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് വരിക, ഫസ്റ്റ് ഹൈഡ്രോജനേഷൻ. സോ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യും. സോ CH2. ഓക്കെ, സോ ഇത് കൺട്രോൾഡ് അല്ല. ഈ ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻ ഉള്ളതിൻ്റെ അക്രോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഹൈഡ്രജൻ ആഡ് ചെയ്തു. അടുത്തതിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് വരിക, ഓക്കെ CH3 CH2 CH3. സോ ആദ്യം നമുക്ക് ആൽക്കൈൻ ആയിരുന്നു, അതിൽ നിന്ന് ആൽക്കീൻ ജനറേറ്റ് ചെയ്തു, പിന്നെ നമുക്ക് ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്ന് എന്താണ്
ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഡബിൾ ബോണ്ടായി, ആ ഡബിൾ ബോണ്ടിൽ നമുക്ക് സിംഗിൾ ബോണ്ട് ജനറേറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മളെ കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, സോ അടുത്ത് നമുക്ക് ലിൻലാർ കാറ്റലിസ്റ്റ് വെച്ചിട്ടുള്ള ഹൈഡ്രോജനേഷൻ നോക്കാം. സോ അവിടുത്തെ ഹൈഡ്രോജനേഷൻ എന്താണ്? അതൊരു പാർഷ്യൽ ഹൈഡ്രോജനേഷനാണ്. അതായത് നമ്മൾ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് നമ്മൾ സിംഗിൾ ബോണ്ട് വരെ എത്തി, കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ. പക്ഷേ ഇവിടെ ലിൻലാർ കാറ്റലിസ്റ്റ് വഴി ചെയ്യുമ്പോൾ നമുക്കത് ഡബിൾ ബോണ്ട് വരെയുള്ള ആ റിയാക്ഷൻ വരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻ അഡീഷൻ എങ്ങനെയാണ്? സിൻ അഡീഷനാണ്. അതായത് ഒരേ സൈഡിൽ കൂടെയാണ് അവിടുത്തെ അഡീഷൻ വരുന്നത്. സോ നോക്കാം. സോ അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റലിസ്റ്റ് ഏതാണ്? ഇവിടെ പലേഡിയം സപ്പോർട്ടഡ് ഓവർ BaSO4 ഓർ കാൽസ്യം കാർബണേറ്റ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ ലിൻലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റിയാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ പ്രൊപ്പൈനിലെ കേസിൽ തന്നെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ CH3 C ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ. സോ ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ലിൻലാർ കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? സിൻ അഡീഷൻ അല്ലേ. സോ ഒരേ സൈഡിലേക്ക് ഹൈഡ്രജൻ ആഡ് ആവും. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എങ്ങനെ വരും? CH3 CH ഡബിൾ ബോണ്ട് CH2. സോ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ റിയാക്ഷൻ പ്രോഡക്റ്റിനെ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഡബിൾ ബോണ്ട് ആണല്ലോ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇവിടെ ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ CH3. സോ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഹൈഡ്രജൻസ് ആണ് നമ്മൾ ഒരേ സൈഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈഡ്രജൻ അഡീഷൻ സിൻ അഡീഷൻ ആണ്. അതായത് ഒരേ സൈഡിലൂടെയാണ് റിയാക്ഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അക്കൗണ്ട് ഫോർ ദ അസിഡിറ്റി ഓഫ് ടെർമിനൽ ആൽക്കൈൻസ്. സോ ടെർമിനൽ ആൽക്കൈൻസിൻ്റെ അസിഡിറ്റിയാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മളുടെ ട്രിപ്പിൾ ബോണ്ട് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ്. അതായത് ട്രിപ്പിൾ ബോണ്ട് ഇങ്ങനെയല്ലേ, C ട്രിപ്പിൾ ബോണ്ട് C R ഗ്രൂപ്പ്. സോ ഇവിടെ ഹൈഡ്രജൻ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് SP സെൻറ്റർ. അതായത് ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? കാർബണിൻ്റെ SP ഹൈബ്രിഡൈസേഷൻ അല്ലേ. സോ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്ററാണ്. സോ അത് ഈസി ആയിട്ട് H+ നിന്നുള്ള ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ അട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഹൈഡ്രജന് ഇവിടുന്ന് H+ ആയിട്ട് റിലീസ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഇവിടെ നിന്ന് എന്തായിരിക്കും? H+ ഈസി ആയിട്ട് റിലീസ് ചെയ്യും. സോ എന്താണ്? ആ ഒരു ഹൈഡ്രജൻ ആസിഡിക് ഹൈഡ്രജൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഈ പറഞ്ഞിട്ടുള്ള ആ കൺസെപ്റ്റിനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ദ ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു എ ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ആസ് ഇഥൈൻ or any terminal alkyne or alk1 ion are acidic in nature. അതായത് അവിടുത്തെ ആ ടെർമിനൽ ആയിട്ടുള്ള ഹൈഡ്രജൻ വരുന്ന ഏത് ആൽക്കൈനിലും അവിടെ ആ ടെർമിനൽ ഹൈഡ്രജൻസ് ആസിഡിക് ആണ്. സോ അതിനെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ നമ്മളവിടെ നമ്മുടെ ആൽക്കൈൻ ടെർമിനലായിട്ട് ഹൈഡ്രജൻ ഉള്ള ആൽക്കൈനിൽ നമുക്ക് ആൽക്കലി മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ ആൽക്കലി മെറ്റൽ നമ്മളുടെ ടെർമിനൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. സോ അങ്ങനെ ഒരു റിയാക്ഷൻസ് നമുക്ക് പോസിബിൾ ആണ്. സോ ടെർമിനൽ ഹൈഡ്രജൻ്റെ ആസിഡിറ്റി കൊണ്ടാണ് അങ്ങനെ ഒരു റിയാക്ഷൻ തരുന്നത്. സോ നമുക്കതിൻ്റെ സ്കീമാറ്റിക്സ് നോക്കാം. സോ നമ്മുടെ ഈഥൈന് നമ്മളുടെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ എന്നുള്ള സിസ്റ്റമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക നോക്കാം. സോ ഈഥൈൻ എന്ന് പറയുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ 2 ടെർമിനൽ ഹൈഡ്രജൻസ് ഉണ്ട്. സോ ആ 2 ഹൈഡ്രജൻസും ആസിഡിക് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? സോഡിയം ഇൻ ലിക്വിഡ് NH3 ആണ്. സോ റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേൽ എന്താണ്? ആദ്യത്തേൽ ഒരു ടെർമിനൽ ഹൈഡ്രജനിൽ മാത്രം റീപ്ലേസ് ചെയ്യും. സോ Na ആയിട്ട് മാറും. അടുത്തതിലും വീണ്ടും ഈ റിയാക്ഷൻ മിക്സ്ചർ എക്സസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ അല്ലേ, NH3. സോ അവിടെയും തന്നെ രണ്ടാമത്തെ സോഡിയത്തിനെയും ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അസിഡിക് ആയിട്ടുള്ള എത്ര ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും ഹൈഡ്രജൻസിന് ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ടെർമിനൽ ഹൈഡ്രജൻ്റെ ആസിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.